കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 1 42 ശ്ലോകം നമ്മൾ വായിച്ചു. 42 ശ്ലോകം അതിൽ അത് എല്ലാം കലികാല രാജാക്കന്മാരെ പറ്റി പറയുമായിരുന്നല്ലോ അല്ലേ. കലികാലത്തെ രാജാക്കന്മാരെ പറ്റി പറയണം. പക്ഷേ ഞാൻ റിയലൈസ് ചെയ്തില്ല, ഒരു ശ്ലോകം കൂടി കഴിഞ്ഞാൽ ഈ അധ്യായം കഴിഞ്ഞു. അപ്പോൾ അതും കൂടി കഴിഞ്ഞ സെഷനിൽ ചെയ്യായിരുന്നു. പക്ഷേ ഇനി ഒരു ശ്ലോകം ബാക്കിയുണ്ട്, അത് ചെയ്തിട്ട് ഈ അധ്യായം തീർക്കാട്ടോ. അത് തന്നെയാണ് തന്നാഥാസ്തേ ജനപദാസ് ശീലാചാരവാദിന അന്യോന്യതോ രാജഭിശ്ചാക്ഷയം യാസ്യന്തി പീഡിതാഹ. അതായത് അവരുടെ നാട്ടുകാരും അതേപോലെ, അതായത് നാട്ടുകാരും പ്രജകളും രാജാവും ഒക്കെ അധർമ്മികളാണ് എന്നർത്ഥം. യഥാ രാജ തഥാ പ്രജ തന്നെ. അവരൊക്കെ രാജാക്കന്മാരെ അങ്ങടും പറ്റിക്കാൻ നോക്കും. അവർ പരസ്പരം ചൂഷണം ചെയ്തും ചതിച്ചും അങ്ങനെ നാശമടയും എന്നുള്ളൊരു ഇത് പറയാം. എന്നിട്ടാണ് അപ്പം കൽക്കി അവതരിക്കണം എന്നൊക്കെ പറയണമല്ലോ. അത് പറഞ്ഞിട്ടാണ്, അതായത് ഈ രാജാക്കന്മാരും കലികാലത്തെ ഈ പറഞ്ഞ രാജാക്കന്മാരും പ്രജകളും ഒക്കെ ഒരുപോലെ അധർമ്മികളായിരുന്നു എന്നാണ് 43 പറഞ്ഞത്. അപ്പം നമ്മൾ ഈ അധ്യായം കഴിഞ്ഞു, ആദ്യത്തെ അധ്യായം. തന്നാഥാസ്തേ ജനപദാസ്തീലാചാരവാദിന അന്യോന്യതോ, അങ്ങടും പരസ്പരം ചതിച്ചിട്ടും ചൂഷണം ചെയ്തും അങ്ങനെ വളരെ ഒരു അധർമ്മം വർദ്ധിച്ചു വരിക. രാജഭിശ്ചക്ഷയം യാസ്യന്തി പീഡിതാഹ. ഇത് ശ്രീമദ് ഭാഗവതേ 12 സ്കന്ധേ ആശ്രയനിരൂപണേ ഭാവി സോമവംശ നിരൂപണം നാമ പ്രഥമോധ്യായ സമാപ്ത. അതായത് ഭാവിയിലത്തെ ഇതാണ് ചോദിച്ചത്. ഇനി നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ് പറയണമെന്ന് വെച്ചാൽ, ഈ കലികാലത്തിലത്തെ ഈ എന്താ പറയുക അധർമ്മം വർദ്ധിക്കുമ്പോൾ ഭഗവാൻ കൽക്കിയായിട്ട് വന്ന് അവതരിച്ച് അധർമ്മികളെയൊക്കെ കൊല്ലുക അല്ലേ. പിന്നെ കൃതയുഗം ആദ്യം തുടങ്ങും. അതായത് പ്രളയമൊക്കെ ചെറിയൊരു പ്രളയമൊക്കെ ഉണ്ടാവും. അതായത് എന്താണ് നൈമിത്തിക പ്രളയം. അതായത് ഒരു 4 യുഗം കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പ്രളയം ഉണ്ടാവും. ചെറുത് മീൻസ് നമുക്ക് വലുത് തന്നെയാണ്. പക്ഷേ ബ്രഹ്മാവിൻ്റെയൊക്കെ അളവിലൊരു ചെറിയ പ്രളയം ഉണ്ടായിട്ട് കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ രാത്രി കഴിഞ്ഞാൽ ആദ്യ കൃതയുഗം ആരംഭിക്കും എന്നാണ്. ഇനി നമുക്ക് അപ്പോൾ അതാണ് ഇതിൽ പറയണത് കേട്ടോ. അധർമ്മികൾ വർദ്ധിക്കുമ്പോൾ കൽക്കിയായിട്ട് ഭഗവാൻ അവതരിക്കും. അത് കഴിഞ്ഞ് എല്ലാ അധർമ്മികളെയും കൊന്ന് കലിയുഗം കഴിഞ്ഞ് ആദ്യ കൃതയുഗം ആരംഭിക്കും. ചതുർയുഗത്തിലത്തെ ആദ്യത്തെ യുഗത്തിലേക്ക് പോവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 2-ാം അധ്യായം. ശ്രീശുകോവാച. തതശ്ചാനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമാദയാ കാലേന ബലിനാ രാജൻ അക്ഷ്യത്യായുർബലം സ്മൃതി. എന്താണ് അതായത് അതിനുശേഷം അനുദിനം ദിവസം തോറും ബലിന കാലേന ബലവാനായിട്ടുള്ള, അതായത് കാലത്തിൻ്റെ ഒഴുക്ക്, കാലപ്രവാഹത്തിനെ ആർക്കും തടുക്കാൻ പറ്റില്ല. അതാണ് ബലിന കാലേന പറഞ്ഞ. വളരെ ബലശാലിയായിട്ടുള്ള കാലം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. സ്മൃതി കർത്തവ്യം ഇന്നത് അകർത്തവ്യം ഇന്നത് എന്നുള്ള വിചാരം നശിക്കും. എന്താണ് ഇതിൽ പറഞ്ഞാൽ, ഹേ പരീക്ഷിത് മഹാരാജാവേ, അതിനുശേഷം ആർക്കും നിയന്ത്രിക്കാനോ തടുക്കാനോ കഴിയാത്ത ഈ കലികാലം മുമ്പിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം എന്താ, അധർമ്മികളെ ഒരു വിളയാട്ടം ആയിത്തീരും. ദിവസം കഴിയും തോറും അനുദിനം പറഞ്ഞില്ലേ, എന്താ ധർമ്മം, സത്യം, ശൗചം, ക്ഷമ, ദയ, ആയുസ്, ഇതൊക്കെ കുറഞ്ഞു വരും കലികാലത്തിൽ. നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. സത്യം, ശൗചം, ക്ലെൻലിനെസ്, ക്ഷമ, ഒരു ടോളറൻസും ഇല്ല, ദയ, ആൾക്കാരുടെ ആയുസ്സും പല 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 വ്യാധികളും ഇതിങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ, വിഷവും അല്ലേ ഒക്കെ ആയിട്ട്
എല്ലാറ്റിലും മായവും ചേർത്ത് അങ്ങനത്തെ ഒരു നമ്മൾ കാണണം. നമുക്കത് പറഞ്ഞു തരുമൊന്നും വേണ്ട അല്ലേ, അത്ര നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാണ്ട്. അതായത് ദിവസം കൂടുന്തോറും ഈ കലികാലത്തെ അധർമ്മം വർദ്ധിച്ച് വന്നിട്ട് സത്യവും ശൗചവും ക്ഷമയും ദയയും ആയുസ്സും വിവേകവും എല്ലാം കുറഞ്ഞു വരും എന്നാണ് പറഞ്ഞത്. ശ്രീചോഗവാച തതശ്ചാനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമാദയ കാലേന ബലിന രാജൻ അങ്ക്ഷ്യത്യായുർബലം നങ്ക്ഷ്യതി എന്നാണ്. അതാണ് രാജൻ രാജൻ നങ്ക്ഷ്യത്യായു ഒന്നിച്ചല്ലേ. അപ്പോൾ രാജൻ നങ്ക്ഷ്യത്യായുർബലം സ്മൃതി ഒക്കെ കുറഞ്ഞു വരും. 2 വിത്തമേവ കലവു നൃണാം. നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും എനിക്കൊരു ബ്രേക്ക് പോസ് വേണ്ടി വന്നു കേട്ടോ, സോറി. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ കലികാലത്ത് 2ാമത്തെ ശ്ലോകമാണല്ലോ വായിച്ചത്. കലികാലത്ത് കലിയിൽ നൃണ മനുഷ്യരുടെ ജന്മാചാര ഗുണോദയ ജന്മം ആചാരങ്ങളെ ഗുണം ഇവയുടെ അവരുടെ വ്യത്യാസമൊന്നുമില്ല കലികാലത്തിലെ. വിത്തമേവ ധനം തന്നെ ധർമ്മന്യായ വ്യവസ്ഥായം ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും പിന്നിലുള്ള കാരണം എല്ലാം പൈസ എന്ന് തന്നെയാണ് കാരണം. ഹേതു ബലം ഏവാ ബലം തന്നെ. അതായത് കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണ്. ഈ എന്താ വെച്ചാൽ ധനത്തിലാണ് എല്ലാവരുടെയും കണ്ണ്, അല്ലാതെ ധർമ്മവും ന്യായവും വേണം നോക്കണം എന്നൊന്നുമില്ല. അപ്പം എന്താ ഉണ്ടാവണം വെച്ചാൽ ധനത്തിന് വേണ്ടിയിട്ട് എന്ത് അന്യായവും ചെയ്യും. അപ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി തീരും തന്നെയാണ് അതിൽ പറഞ്ഞത്. അതായത് ജന്മം കൊണ്ടോ സദാചാരം കൊണ്ടോ ഉണ്ടാവുന്ന ഗുണങ്ങളാണല്ലോ സാധാരണ നമ്മളെ നയിക്കണത് തന്നെ നമുക്കുള്ള വാല്യൂസാണല്ലോ. ആ വാല്യൂസ് ഒന്നും ഇല്ലാതെയാവും. അപ്പോൾ നല്ല ധനവാന്മാരൊക്കെ നല്ല കേമന്മാരാണെന്നും ധനമില്ലാത്തൊരു നീചന്മാരാണെന്നും ആണ് കലികാലത്തിൽ എല്ലാവരും വിചാരിക്കുക. മറ്റത് അങ്ങനെയല്ലല്ലോ, ഗുണങ്ങൾ നോക്കിയിട്ടല്ലേ. അപ്പോൾ കലികാലത്തിൽ അങ്ങനെ പിന്നെ ധർമ്മവും ന്യായവും ഒക്കെ എപ്പോഴും ചിലർ അത് അനുഷ്ഠിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു മനസ്സിന് നല്ല ഒരു വിവേകമില്ലാത്ത ആളാച്ചാൽ ധർമ്മം ന്യായം ഒന്നും നോക്കാണ്ട് ധനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആർക്കാ ശക്തിച്ച അവർ ഓരോന്ന് പിന്നെ കൈയടക്കിക്കൊണ്ടിരിക്കും. നമ്മൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ അല്ലേ. ഇനി 2 വായിച്ച് നമുക്ക് 3ലേക്ക് പോവാം. വിത്തമേവ കലവു നൃണാം ജന്മാചാര ഗുണോദയ ധർമ്മന്യായ വ്യവസ്ഥായാം കാരണം ബലമേവ ഹി. 3 ദാമ്പത്യേഭിരുചിർഹേതുർമായൈവ വ്യവഹാരികേ സ്ത്രീത്വേ പുംസ്തേ ച്വഹി രതിർ വിപ്രത്വേ സൂത്രമേവ ഹി. അതായത് ദാമ്പത്യത്തിൽ അഭിരുചി താത്പര്യം ഹേതു കാരണം വ്യാവഹാരികെ അതായത് വ്യവഹാര വിഷയത്തിൽ അതായത് നമ്മളങ്ങനെ ക്രയവിക്രയങ്ങളിൽ മായ ഏവാ ഹേതു വഞ്ചന തന്നെ കാരണം സ്ത്രീത്വേ പുംസ്തേ ചാൽ അതായത് സ്ത്രീത്വത്തിലും പുരുഷത്വത്തിലും രതിഹി ഹേതു വല്ലാത്ത കാമാവേശം ഉള്ള ആൾക്കാരായത് കാരണം വിപ്രതേ ബ്രാഹ്മണ ഭാവത്തിൽ സൂത്രം ഏവാ ഹേതു പൂണൂലെ ശരിക്കും വെറും ഒരു അലങ്കാരം പോലെയായി തീരുകയാണ്. അത്രയ്ക്ക് അതിനൊന്നും ഒരു അർത്ഥമില്ലാതെയായി തീരുകയാണ്. എന്താണ് ഇതിൽ പറയണ വെച്ചാൽ 3ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണ പിന്നെ ഭഗവാനല്ല സുഖബ്രഹ്മർഷി അതായത് പിന്നെ ഭാര്യാഭർത്തൃ ഭാവത്തിൽ അതായത് ഭാര്യ അങ്ങനെ ഈ വിവാഹത്തിലൊക്കെ ഭയങ്കര ആഗ്രഹമാണ് എല്ലാവർക്കും. പിന്നെ അത് ചേരുന്നവർ തമ്മിലാണോ വിവാഹം കഴിക്കുക എന്നൊന്നും നോക്കില്ല. വെറുതെ ഒരാളെ ഇഷ്ടമാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ടും ആ വിവാഹം കഴിക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ടും വേറെ ആണെങ്കിലും അതിനെയൊക്കെ അവഗണിച്ച് അങ്ങനെ വിവാഹം കഴിക്കും. പിന്നെ അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുള്ളവർ തന്നെ വിവാഹം കഴിച്ചാലല്ലേ എളുപ്പമുള്ളൂ നമുക്ക് ശരിക്ക്. അപ്പോൾ അതൊന്നും നോക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നോക്കാതെ ആവും. പിന്നെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നതൊക്കെ എപ്പോഴും അതിൽ വഞ്ചന കാണും. അവനവൻ്റെ സ്വാർത്ഥ ലാഭം മാത്രം നോക്കിയിട്ടാണ് എല്ലാവരും ചെയ്യുക. അതായത് സത്യമൊന്നും അത്രയ്ക്ക് വില കൊടുക്കാതെ. പിന്നെയോ സ്ത്രീ പുരുഷന്മാരുടെ ശ്രേഷ്ഠതയൊക്കെ പിന്നെ കാമക്രീഡയ്ക്ക്
സാമർഥ്യം ആർക്കാച്ചാൽ അവരാണ് ശ്രേഷ്ഠന്മാർ എന്നുള്ള പോലെയാവും. അതായത് സാധാരണ ന്യായമായിട്ട് അല്ലെങ്കിൽ ധർമ്മമായിട്ട് ചെയ്യേണ്ടതൊന്നും നോക്കില്ല എന്ന് ചുരുക്കം. പിന്നെ ബ്രാഹ്മണനാണെങ്കിൽ പൂണൂല് ഉണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അയാളുടെ അയാളുടെ ധർമ്മമൊക്കെ ബാക്കിയുള്ളവരെ പോലെ തന്നെയാണ്. ബ്രഹ്മജ്ഞാനികൾ എന്നാണല്ലോ ബ്രാഹ്മണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതെയായി തീരും. പൂണൂല് വെറും ഒരു അലങ്കാരമായി തീരും ബ്രാഹ്മണർക്ക്. എത്ര ശരിയല്ലേ അതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. യാതൊരു തരത്തിലുള്ള ബ്രാഹ്മണ്യത്വം ഇല്ലാതെ പൂണൂല് മാത്രം ഒരലങ്കാരം പോലിട്ട് നടക്കണതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദാമ്പത്യേഭിരുചിർഹേതുർമായ ഇവ വ്യാവഹാരികേ സ്ത്രീത്വേ പുംസ്ത്വേ ചഹിരതിർ വിപ്രത്വേ സൂത്രമേവ ഹി അല്ലേ. ഇനി ലിംഗമേവ അതെത്ര ഒരു ശരിയാണല്ലേ. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ശ്രേഷ്ഠത നിർണ്ണയിക്കുന്നതൊക്കെ രതി സാമർഥ്യത്തിനെ അനുസരിച്ചാണെന്നല്ലേ പറഞ്ഞത്. പിന്നെയോ ഒരു ബ്രാഹ്മണനാണെന്ന് നിശ്ചയിക്കാൻ പൂണൂല് മാത്രം നോക്കേ പറ്റുള്ളൂ. വേറെ ഒരു ബ്രാഹ്മണനെ പോലെ അവർ ആചരിക്കണില്ല. അതായത് പുറത്തുള്ള അപ്പിയറൻസ് കൊണ്ട് മാത്രമേ നമുക്ക്, അതായത് അകത്തുള്ള ധർമ്മമൊന്നും അതല്ലാന്ന്. ഇനി 4 ലിംഗമേവാശ്രമഖ്യാത്താവന്യോന്യോപേത്തി കാരണം അവൃത്യാന്യായ ദൗർബല്യം പാണ്ഡിത്യേ ചാപലം വചഃ. ലിംഗമേവാശ്രമഖ്യാതാവന്യോന്യാപത്തി കാരണം അവൃത്യ ന്യായ ദൗർബല്യം പാണ്ഡിത്യേ ചാപലം വച. എന്താ പറയുക, ആശ്രമഖ്യാതവും ആശ്രമങ്ങളുടെ ജ്ഞാനത്തിൽ, അതെ ആശ്രമങ്ങളുടെ ജ്ഞാനത്തിൽ എന്താ ലിംഗം ഏവ ഹേതു അടയാളം തന്നെ കാരണം. ഏത് ഗൃഹസ്ഥാശ്രമിയാണോ ബ്രഹ്മചാരിയാണോ വാനപ്രസ്ഥാനോ സന്യാസമാണോ ഒക്കെ നമുക്ക് വെറും പുറത്തുള്ള ലക്ഷണങ്ങളെ കൊണ്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം അവരൊന്നും അനുഷ്ഠിക്കുന്നുണ്ടാവില്ല അതാത് ആശ്രമത്തിൻ്റെ ധർമ്മങ്ങളെ. പക്ഷെ പുറത്തുള്ളത് അന്യോന്യാപത്തി കാരണം ച ലിംഗം ഏവ, അന്യോന്യം ബഹുമാന കാരണവും ഈ തന്നെ ലക്ഷണങ്ങൾ തന്നെ. അവൃത്യ അതായത് ധനത്തിലുള്ള സാമർഥ്യം കൊണ്ട്, ധനം സമ്പാദിക്കാനുള്ള സാമർഥ്യം, ന്യായ ദൗർബല്യ ന്യായത്തിന് ബലഹാനി, അതായത് ധനത്തിൻ്റെ മുമ്പിൽ ന്യായമൊന്നും നോക്കില്ല. നമുക്കറിയാലോ അതൊക്കെ. പാണ്ഡിത്യ അതായത് പാണ്ഡിത്യത്തിൽ ചാപലം വചഹ കാരണം, ചപല വാക്കു തന്നെ കാരണം. അതായത് വെറുതെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പാണ്ഡിത്യം കാണിക്കുക, അങ്ങനെയൊക്കെ. അതാണപ്പോൾ അതിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ ഈ ആശ്രമങ്ങൾ, ഏത് ആശ്രമത്തിലാണ് ഓരോ ആൾക്കാരെന്നൊക്കെ വെറും അതൊക്കെ അവർ ഒരു പൂണൂലിട്ട് നടക്കും. അല്ലെങ്കിൽ സന്യാസിയാണെങ്കിൽ കമണ്ടലും വടിയൊക്കെ പിടിക്കും. പക്ഷെ ശരിക്കും സന്യാസി എന്നേപോലെ വെറും ലക്ഷണങ്ങളെ കൊണ്ട് മാത്രമേ ഉള്ളൂ, അകത്തൊന്നും അങ്ങനെയല്ല എന്ന് പറയാണ്. ഒരാശ്രമത്തിൽ നിന്ന് മറ്റൊരാശ്രമം പ്രാപിച്ചാലും ഈ ലക്ഷണങ്ങൾ മാത്രമേ ശരിക്കുള്ളൂ, അല്ലാതെ ശരിക്കും അവരതൊന്നും അനുഷ്ഠിക്കുന്നില്ല. പിന്നെന്താണ്, പിന്നെ ഇതൊന്നും അറിയൂല്ല, വേദം ഒന്നും പഠിച്ചിട്ടുമില്ല ശരിക്ക് അതിൻ്റെ അർത്ഥത്തോട് കൂട്ട്. അപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ പണ്ഡിതനാണെന്ന് നമുക്ക് ഒരാളെ തോന്നുന്നുണ്ടെങ്കിലും ചിലപ്പോൾ വെറും ഷോ ഓഫ് ആവും, അറിയാതെ വാചാലത കൊണ്ട് ഒരാളെ ഇങ്ങനെ നമ്മളെ കണ്ണ് പൊടിയിടുന്നവർ പലരും ഉണ്ടാവാം എന്ന് പറയുകയാണ്. ലിംഗമേവ, അങ്ങനെയൊക്കെയാണ് കലികാലത്തെന്ന്. ലിംഗമേവാശ്രമഖ്യാതാവന്യോന്യാപത്തി കാരണം അവൃത്താന്യായ ദൗർബല്യം പാണ്ഡിത്യേ ചാപലം വചഃ. ധനസമ്പാദനത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ന്യായവും ധർമ്മവും ഒന്നും നോക്കാതെയാവും. അനാഠ്യതൈവാ സാധുത്വേ ദംഭ ഏവ തു സ്വീകാര ഏവ ചോദ്വാഹേ സ്നാനമേവ പ്രസാധനം. അസാധുത്വേ അതായത് സാധുവല്ലെന്നുള്ളതിൽ അനാഢ്യത ഏവ ഹേതു ധനമില്ലായ്മ തന്നെ. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉള്ളവരാണെന്ന് ചുരുക്കം. അതായത് ദരിദ്രന്മാരൊക്കെ നീചന്മാരാണ്. ശരിക്കും എത്ര നീചനാണെങ്കിലും ധനാഢ്യനാണെങ്കിൽ വലിയ സജ്ജനാണ്. സാധുത്വേ ഉത്കർഷത്തിൽ ദംഭ ഏവ ആഡംബരം തന്നെ. അഹങ്കാരേ ഉദ്വാഹേ വിവാഹത്തിൽ സ്വീകാര ഏവ സ്വീകാരം തന്നെ. സ്നാനം കുളി
പ്രസാധനം ഏവ തന്നെ. അതായത് എന്താണ് ഇതിൽ പറയുന്നത് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ പിന്നെ ദരിദ്രന്മാരാണെച്ചാൽ അവരെ പിടിച്ച് ജയിലിലിടും. പൈസ ഉള്ളവരാച്ചാൽ നമ്മൾ കാണില്ലേ ഇപ്പോൾ, കൈക്കൂലിയൊക്കെ കൊടുത്ത് അവർ രക്ഷപ്പെടും ചെയ്യും ഇല്ലേ. അതാണ് അതായത് ഇതിൽ പറഞ്ഞത് അസാധുത്വേ അനാഢ്യതൈവ എന്ന് പറഞ്ഞു അല്ലേ. അതായത് എന്തെങ്കിലും ഒരു അരുതാത്ത കാര്യം, ഇപ്പോൾ കക്ക് നുണ പറയുകയൊക്കെ ചെയ്ത ആ കുറ്റങ്ങളെയൊക്കെ ആരിലാണ് ആരോപിക്കുക? ദരിദ്രൻ്റെ മേലെ. സാധുത്വേ ഹേതുദംഭയേവ, അതായത് സജ്ജനാണെങ്കിൽ ഒരു ദോഷമില്ല, സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമൊക്കെ ആയിട്ട് നടക്കണവരെ, അവർ തെറ്റ് ചെയ്താലും ആരും കാണൂല്ല. പിന്നെയോ വിവാഹത്തിലോ അന്യോന്യം സ്വീകരിക്കുക മാത്രം, ബാക്കിയൊന്നുമില്ല. അതായത് പിന്നെ ഒരു വധു ചെയ്യേണ്ട ഒരു ഭാര്യയുടെ കടമ എന്താണ്, ഒരു ഭർത്താവിൻ്റെ കടമ എന്താണെന്നൊന്നും ഭർത്താവും ഭാര്യയൊന്നും അവനവൻ്റെ കടമകളും അവനവൻ്റെ ധർമ്മങ്ങളൊന്നും ആചരിക്കില്ല എന്ന്. അതാണ് അന്യോന്യം വേഗം വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും ആവും. പക്ഷേ ഒരു പത്നിയുടെ ധർമ്മം എന്താണെന്ന് ഈ സ്ത്രീക്കും ഒരു പതിയുടെ ധർമ്മം എന്താണെന്ന് ഈ പിന്നെ എന്താണ് ഭർത്താവിനും അറിയൂല്ല, അവർ ആചരിക്കില്ല. അന്യോന്യം സ്വീകരിക്കുക മാത്രമാവും. പിന്നെയോ സ്നാനം തന്നെ അലങ്കാരമായും ഭവിക്കും. വെറുതെ ശുചിത്വത്തിന് വേണ്ടിയല്ല കുളിക്കുക. അയ്യോ വല്ലവരും കണ്ടാൽ അലങ്കാരമായിട്ട് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കണം, പിന്നെ ഇത് പൂശണം അല്ലേ, അങ്ങനെ ഒക്കെ വെറും ഷോ ആയിത്തീരുന്നാണ് പറഞ്ഞതിൽ. അസാധുത്വേ സാധുത്വേ ദംഭ ഏവതു സ്വീകാര ഏവ ചോദ്വാഹേ സ്നാനമേവ പ്രസാധനം. അത്ഭുതമില്ലേ, എത്ര 5000 കൊല്ലം മുമ്പ് വ്യാസഭഗവാൻ ഇന്ന് ശരിക്കും നടക്കണ കാര്യങ്ങൾ നോക്കൂ, എത്ര ഭംഗിയായിട്ട് പറഞ്ഞു. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ കലിയുഗം പുരോഗമിക്കുമ്പോൾ ഉണ്ടാവണ കാര്യങ്ങളാണ് വ്യാസഭഗവാൻ എത്ര. അപ്പോൾ അവരൊക്കെ ത്രികാലജ്ഞാനിയാണെന്നുള്ളതിൽ ഉറപ്പല്ലേ നമുക്ക്. വരാൻ പോണ കാര്യമൊക്കെ എത്ര വ്യക്തമായിട്ട് വ്യാസഭഗവാന് കാണാൻ സാധിച്ചു. അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അതന്നെയല്ലേ നമ്മൾ കാണുന്നത് അപ്പോഴേ അല്ലേ, അത്ഭുതമില്ലേ. 6 ദൂരെ വാര്യയനം തീർത്ഥം ലാവണ്യം കേശധാരണം ഉദരം ഭരതാ സ്വാർത്ഥ സത്യത്വേ ധാർഷ്ട്യമേവ ഹി. ദൂരെ വാര്യയനം, ദൂരെയുള്ള ഒരു പിന്നെ ജലം കുളം എന്താ വെച്ചാൽ ജലാശയം, തീർത്ഥം പുണ്യതീർത്ഥം, കേശധാരണം തലമുടി ധരിക്കുന്നത്, ലാവണ്യം സൗന്ദര്യം, സ്വാർത്ഥം ഉദരംഭണം ഉദരത്തെ ഭരിക്കുന്നത്, സത്യത്വേ സത്യഭാവത്തിൽ, ധാർഷ്ട്യം വഞ്ചന, അതായത് അഹങ്കാരവും വഞ്ചനയും സ്വഭാവം. എന്താണ് പറയണത്? ഏതെങ്കിലും ദൂരത്തുള്ള ഏതെങ്കിലും ഒരു ജലാശയമാവും ഒരു തീർത്ഥം എന്ന് പറയാനുള്ളത്. കാരണം എവിടെയെങ്കിലും ഇപ്പോൾ കാശിയിലോട്ട് പോകണം നമുക്ക് തീർത്ഥം എന്ന് പറയാൻ. അതായത് അത്രയെല്ലാം ദൂഷിച്ചിട്ടേ മുടി ഭംഗിയിൽ ധരിക്കണതാണ് സൗന്ദര്യം എന്ന് പറയുക. അത്രേ വേണ്ടു, പുറത്തെ മാത്രമേ നോക്കുള്ളൂ എന്ന് പറയാണ്. ആ ബാഹ്യമായിട്ടുള്ളതിന് മാത്രമേ വില കൽപ്പിക്കൂ. ആന്തരികമായിട്ടുള്ള ഭംഗിക്കോ ആന്തരികമായിട്ടുള്ള ശുദ്ധിക്കോ ഒന്നും പ്രാധാന്യം ഇല്ലാണ്ടാവും കലികാലത്തിൽ. പിന്നെയോ ഉദരരംഭത സ്വാർത്ഥ സത്യത്വേ ധാർഷ്ട്യമേവ, അതായത് ഉദരം, അതായത് അരച്ചാൻ വയറ് നിറയ്ക്കുന്നത് തന്നെയാണ് പുരുഷാർത്ഥം. ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളത് തൻ്റെ വയറ് നിറയ്ക്കുക. നമ്മൾ ശങ്കരാചാര്യർ പറഞ്ഞല്ലോ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന്. അത് ശരിക്കും അങ്ങനെയാണ്. അതായത് ഉദരം നമ്മളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പല വേഷങ്ങളും കെട്ടും ആത്മാർത്ഥമായിട്ടല്ലാതെ. അതായത് സത്യം, ഒരാൾ സത്യം അനുഷ്ഠിക്കേണ്ടെന്ന് ദമ്പ് പറയുള്ളൂ, ധാർഷ്ട്യം അഹങ്കാരമേ ഉള്ളൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സത്യവാനാണ് എന്ന് അഹങ്കരിക്കുക. ധർമ്മം ഒന്നും അനുഷ്ഠിച്ചില്ലെങ്കിലും വളരെ ധർമ്മിഷ്ഠനാണെന്ന് ഭാവിക്കുക. ഇതൊക്കെയാണ് കലികാലത്തിൽ തേന. എത്ര നന്നായിട്ട് പറഞ്ഞിരിക്കണു അല്ലേ. ദൂരെ വാര്യയനം തീർത്ഥം ലാവണ്യം കേശധാരണം ഉദരം ഭരതാ സ്വാർത്ഥ സത്യത്വേ ധാർഷ്ട്യമേവ ഹി. ശരിക്കും ത്രികാലജ്ഞാനം ഉണ്ടെങ്കിലല്ലേ ഇത്ര നന്നായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളതന്നെയല്ലേ കാണുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ. ഇന്ന് നമുക്ക്
7, 8, 9, 10 ഒന്നിച്ചാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 7, 8, 9 ഒന്നിച്ച്, 7, 8 നോക്കട്ടെ, 7, 8, 9 ഒന്നിച്ച് ചെയ്യാം. ദാക്ഷ്യം കുടുംബഭരണം യശോർത്ഥേ ധർമ്മസേവനം ഏവം പ്രജാഭിർദുഷ്ടാഭിരാകീർണേ ക്ഷിതിമണ്ഡലേ. 8 ശൂദ്രാണാം യോ ബലി ഭവിതാ നൃപഃ പ്രജാഹി ലുബ്ധൈരാജന്യൈർനിർഘൃണൈർദസ്യു ധർമ്മഭിഃ. പിന്നെ ഒരു വരിയായിട്ടാണ് ഏത് 9 ആച്ഛിന്നദാരദ്രവിണ യാസ്യന്തി ഗിരികാനനം. ദാക്ഷ്യം അതായത് സാമർഥ്യം, കുടുംബഭരണം കുടുംബത്തെ ഭരിക്കുന്നത്, യശോർത്ഥെ യശസ്സിനായിട്ട്, ധർമ്മസേവനം ധർമ്മത്തെ സേവിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാച്ചാൽ യശസ്സിന് വേണ്ടി ചെയ്യുക. എനിക്ക് കേമനാവണം, എല്ലാവരുടെ മുമ്പിൽ ഞാൻ അറിയണം, അങ്ങനെ. ഏവം ദുഷ്ടാഭി പ്രജാഭി ഇപ്രകാരം ദുഷിച്ചിരിക്കുന്ന പ്രജകളാൽ ക്ഷിതിമണ്ഡലെ ഈ ഭൂമി മുഴുവൻ, ശരിയല്ലേ, ഭൂമി മുഴുവൻ ഇങ്ങനെയുള്ളവരാണ് ഭരിക്കണത്. ആകീർണെ വ്യാപിക്കപ്പെട്ടിരിക്കും വിഷയത്തിൽ ബ്രഹ്മവിദ് ക്ഷത്രശൂദ്രാണ് ബ്രാഹ്മണരെ വൈശ്യര ക്ഷത്രിയ ശൂദ്രന്മാരുടെ മധ്യത്തിൽ ബലീയ ആരായാലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ബലവാൻ ബലീയ എന്ന് പറഞ്ഞാൽ ആരാണ് കയ്യൂക്കുള്ളത്? സനൃപ ഭവിത, അവൻ രാജാവാവും. അത് മാത്രമേ ഉള്ളൂ, വേറൊരു ഗുണങ്ങൾ നോക്കിയിട്ടില്ല. നിർഘൃണൈഹി കരുണയില്ലാത്തവനും, ദസ്യുധർമ്മഭി അധർമ്മം മാത്രം അനുഷ്ഠിക്കുന്നവരുമായ, രാജസൈന്യ രാജാക്കന്മാരാൽ രാജന്യൈഹി അങ്ങനത്തെ രാജാക്കന്മാരാൽ, അച്ഛിന്നദാരദ്രവിണാഹ അപഹരിക്കപ്പെട്ട ആര്? ഭാര്യമാരോടും. ധാര ജോന ഭാര്യ, അതായത് വേറൊരാളുടെ ഭാര്യയൊക്കെ ഇപ്പോൾ എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പുരാണങ്ങളിലും. പക്ഷേ അത് വളരെ അധികമാവും. അന്ന് അത്ര കോമൺ അല്ലെങ്കിൽ ഇപ്പോൾ അപഹരിക്കപ്പെട്ട ഭാര്യമാരോടും ധനങ്ങളോടും കൂടിയ പ്രജകൾ ഗിരികാനനം പർവ്വതവനങ്ങളിൽ യാസ്യന്തി യാനം ചെയ്യും. എന്താണ് ഈ ഒരു ഇതിൽ പറയണ വെച്ചാൽ, പിന്നെ ജനങ്ങൾക്കൊക്കെ ശരിക്കുള്ള ആ കഴിവ് വേറൊന്നിലുമില്ല. ഈ കുടുംബത്തിനെ ഭരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ കാര്യം മാത്രം നോക്കുക. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും തട്ടാനും എന്നൊരു പറയലുണ്ടല്ലോ, ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും വെച്ചാൽ, ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും തട്ടാനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ, ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണം, എൻ്റെ കുടുംബത്തിനും എല്ലാ തട്ടാനെ കൊണ്ട് സ്വർണ്ണം ഉണ്ടാക്കിക്കുക, എന്ത് കിട്ടിയാലും ആരെയും സഹായിക്കേണ്ട, അങ്ങനെയൊക്കെ. അങ്ങനെ ജനങ്ങളുടെ സാമർഥ്യം മുഴുവൻ കുടുംബഭരണത്തെ മാത്രം പിന്നെ കോൺസെൻട്രേറ്റഡാണ്. പിന്നെയോ ഒരിക്കലും ധർമ്മമാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ ഈ പുരുഷാർത്ഥങ്ങളെ പറ്റിയൊന്നും ആർക്കും അറിയുന്നില്ല അല്ലേ, ധർമാർത്ഥ കാമ മോക്ഷം എന്നുള്ളതിനെ പറ്റിയിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കുക അല്ലേ, അതായത് ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയിൽ കൂടി മാത്രം ധനം സമ്പാദിക്കുക, എന്നിട്ട് സമ്പാദിച്ച ധനം നമ്മൾ ഷെയർ ചെയ്യാമെന്ന് മാത്രമല്ല, അത് ധാർമ്മികമായിട്ടുള്ള കാമങ്ങളെ പിന്നെ നിറവേറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലേ, അതൊക്കെയാണല്ലോ. എന്നിട്ട് അവസാനം ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷമാണ്. അതൊന്നും ആലോചിക്കുക പോലും ഇല്ലാത്ത ആൾക്കാരാണ് കലികാലത്തിൽ. അപ്പോൾ പിന്നെ പരലോകഹിതത്തെ ഉദ്ദേശിച്ച് ധർമ്മം സേവിക്കില്ല. അതായത് മരിച്ചു പോയി, അല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ടകർമ്മങ്ങളാണ് നമ്മുടെ കൂടെ ഈ ദുഷ്കൃതങ്ങൾ കൊണ്ടുപോകുന്ന പേടിയും കൂടി ഇല്ലയെന്ന്. ഇങ്ങനെ ദുഷിച്ചിരിക്കുന്ന പ്രജകൾ ലോകം മുഴുവൻ നിറയും. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈദ്യരും വൈശ്യരും ശൂദ്രരും ഒക്കെ ഒരുപോലെ ആർക്കാണ് കഴിയൂക്കുള്ളത് അയാൾ കാര്യക്കാരൻ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ കഴിവുള്ള ആളാണോ പറ്റിക്കാനും പിന്നെ എന്താണ് ബാക്കിയുള്ളവരെ പീഡിപ്പിക്കാനും ആർക്കാ കഴിവ് ബലം അയാളാവും, അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണേ. കാരുണ്യവും ഒരു കാരുണ്യവും ഇല്ലാതെ ഒരു ധർമ്മ ബോധവും ഇല്ലാതെ ഉള്ള രാജാക്കന്മാർ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭാര്യമാരെയൊക്കെ അപഹരിച്ച് ബലാത്കാരേണ അപഹരിച്ച് രാജ്യത്തിലിരുന്ന് ഇരിക്കാൻ വയ്യാന്ന് നല്ല സജ്ജനങ്ങളുണ്ടെങ്കിൽ അവർക്കൊന്നും, അല്ലെങ്കിൽ ആർക്കും തന്നെ നാട്ടിലിരിക്കാൻ വയ്യാണ്ടായിട്ട് പല ആൾക്കാരും കാട്ടിലേക്ക് പോകുന്ന പറയണം. നമ്മളത്ര തന്നെ എത്തിയിട്ടില്ല. അതായത്
ഈ അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരുടെ ഉപദ്രവം സഹിക്കുക വയ്യാഞ്ഞിട്ട്, അതായത് ഭാര്യമാരെ, ബാക്കിയുള്ളവരെ ഭാര്യമാരെ അപഹരിക്കുക, ഇങ്ങനെ അധർമ്മികളുടെ ഉപദ്രവം സഹിക്കുക വയ്യാതെ പ്രജകൾ രാജ്യം വിട്ട് വല്ല പർവ്വതങ്ങളിലും പോയി വസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുമെന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് 9 ഈ 3 വായിച്ച് ഇന്ന് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. സമയം ഇതൊക്കെ കലികാലത്തെ ദോഷങ്ങളാണ് പറയണത്, കലിയുടെ ദോഷങ്ങളാണ് കേട്ടോ. ഞാൻ 7, 8, 9 വായിച്ച് നിർത്താം. ദാക്ഷ്യം കുടുംബഭരണം യശോർത്ഥേ ധർമ്മസേവനം ഏവം പ്രജാഭിർദുഷ്ടാഭിരാഗീർണേ ക്ഷിതിമണ്ഡലേ. 8 ബ്രഹ്മവിക്ഷത്രശൂദ്രാണാം. ആരായാലും ആരാ ബലശാലി, കയ്യൂക്കുള്ളവൻ അതന്നെ. യോ ബലി ഭവിതാ നൃപ, അയാൾ രാജാവാവും, നൃപനാവും. പ്രജാഹിലുബ്ധൈ രാജന്യൈർ നിർഘൃണൈർദസ്യു ധർമ്മഭി. പ്രജകൾ വശം കെടും ഇവരുടെ ഉപദ്രവം കൊണ്ട്, രാജാക്കന്മാരുടെ ഉപദ്രവം കൊണ്ട്, പീഡനം കൊണ്ട്. ആഛിന്നദാരദ്രവിണായാസ്യന്തി ഗിരികാനനം. സഹി കെട്ടിട്ട് പല പ്രജകളും കാട്ടിലേക്ക് പോകുന്ന, നാട്ടിലിരിക്കാൻ വയ്യാതെ. അത് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.